നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഓണപ്പൂക്കളത്തിന് നിറപ്പകിട്ടേകാൻ കുടുംബശ്രീ പൂക്കൾ. വിപണിയിലെത്തിയത് നിറപ്പൊലിമ പദ്ധതി വഴി 1000 ഏക്കറിൽ വിരിഞ്ഞ പൂക്കൾ. മില്ലറ്റ് കഫേ സംരംഭകർക്കായി ചെറുധാന്യങ്ങളുടെ പാചക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ഇന്നും നാളെയും പ്രത്യേക മുന്നറിയിപ്പുകളില്ല. ഓണത്തിന് പൂക്കളമൊരുക്കാൻ കുടുംബശ്രീ വനിതാ കർഷക സംഘങ്ങൾ കൃഷി ചെയ്യുന്ന പൂക്കൾ വിപണിയിലെത്തുന്നു. മുല്ല, ജമന്തി, ബന്ദി, വാടാമല്ലി തുടങ്ങിയ വിവിധ ഇനം പൂക്കളാണ് നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്തത്. അയൽ സംസ്ഥാനത്തു നിന്നുള്ള പൂക്കളേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കുടുംബശ്രീ പൂക്കൾ വിപണിയിലെത്തുന്നത്. പൂന്തോട്ടമൊരുക്കിയ കുടുംബശ്രീയുടെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനാണ് പൊതുവിപണിയിലും കുടുംബശ്രീയുടെ ഫ്ലവർ കിയോസ്കുകളിലൂടെയും പൂക്കൾ വിപണിയിലെത്തിക്കുന്നത്. 3300-ലധികം വനിതാ കർഷക സംഘങ്ങൾ ഇക്കുറി പൂകൃഷിയുടെ ഭാഗമായി. 3 വർഷം മുൻപ് 128 ഏക്കറിൽ തുടങ്ങിയ കുടുംബശ്രീ പൂകൃഷി ഇത്തവണ 1000 ഏക്കറിൽ വരെയാണ് വിജയകരമായി കൃഷി ചെയ്തത്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബശ്രീ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. മില്ലറ്റ് കഫേ സംരംഭകർക്കായി ചെറുധാന്യങ്ങളുടെ പാചക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ്സ് റിസർച്ച് ഹൈദരാബാദും കൃഷി വകുപ്പും സംയുക്തമായാണ് വിവിധ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള പാചക രീതികൾ സംരംഭകർക്ക് പരിചയപ്പെടുത്തിയത്. തിരുവനന്തപുരം സമേതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മില്ലറ്റ് പാചക വിദഗ്ധനും പ്രശസ്തനുമായ IIMR മില്ലറ്റ് അംബാസിഡർ ഷെഫ് വികാസ് ചൗള വിവിധ പാചക രീതികൾ പരിചയപ്പെടുത്തി. സമേതി ഡയറക്ടർ ഒ ശശികല ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും ന്യൂട്രി ഹബ് ഡയറക്ടറുമായ ഡോക്ടർ ബി ദയാകർ റാവു മുഖ്യപ്രഭാഷണം നടത്തി. IIMR മാർക്കറ്റിംഗ് മാനേജർ ഇ ശിവ പ്രതീക്, കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സുനിൽ AJ, മറ്റു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നത്. ഇന്നും നാളെയും ഒരു ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം 8-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 9-ാം തീയതി വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ കേരള തീരത്തുൾപ്പെടെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിലും തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.